എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിംഗ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു അമ്മ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനൊരു ഷുഗർ പേഷ്യൻ്റ് ആണ്, എന്നിട്ട് ഈ മധുരമുള്ള വീഡിയോ ഞാൻ കൊതിയോടുകൂടി കണ്ടു തീർത്തു. അപ്പോൾ ഞങ്ങൾ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ചെയ്യുമോ മോളെ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. ചെറിയൊരു മധുരമുണ്ട്, എന്നാൽ ഇത് കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ മധുരവും എരിവും ഒക്കെയുള്ള ഒരു സ്നാക്കാണ് ഇത്. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊട്ടാറ്റോ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്വീറ്റ് പൊട്ടാറ്റോ ആണ് കേട്ടോ. അതായത് നമ്മുടെ മധുരക്കിഴങ്ങില്ലേ, അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഉരുളക്കിഴങ്ങും എടുക്കാം. പിന്നെ നമ്മൾ മധുരക്കിഴങ്ങിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. നല്ലൊരു മധുരം കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടാന്ന് വെച്ചാൽ ഇത് എടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനതൊരു പാനിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കുറച്ച് നേരം ഞാൻ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ നോക്കി ഇതെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഊറ്റിയെടുത്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് പോയതിന് ശേഷം ഇതിൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഇതേപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഉടഞ്ഞു കിട്ടും. കണ്ടോ, ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് കടലമാവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു ബൗളിലേക്ക് 1.5 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുക. അപ്പോൾ റവ എടുക്കുമ്പോൾ വറുക്കാത്ത റവ എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. ഇനി ഇതിലേക്ക് സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് എടുത്തിട്ടുള്ളത്, ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ആവശ്യത്തിനുള്ള ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസുള്ള സവാള അതായത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ആ മസാലകളെല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുടച്ച് വെച്ചിട്ടില്ലേ മധുരക്കിഴങ്ങ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ലൂസ് ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ നോക്കിയേ, ഇതുപോലെ ഇങ്ങനെ വെള്ളം പോലെ തന്നെ നല്ല ലൂസായിട്ടുള്ള ബാറ്റർ വേണം കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിങ്ങനെ മിക്സ് ചെയ്ത് നോക്കുക, അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ലൂസിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കടലമാവും റവ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ, ഈ ഒരു ലൂസിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി തുടങ്ങാം.
അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മാവില്ലേ, ഇത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്ക് ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ പാനിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി നമ്മൾ നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കറിയാലോ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇത് വേവുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ അതേപോലെ നന്നായിട്ട് തിക്കാവുന്ന വരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോരാ, കുറച്ച് നേരം കൂടെ നന്നായിട്ട് ഇതൊന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തു. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നല്ല തിക്കായിട്ട് വന്നു. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമുക്കിങ്ങനെ കോരി എടുത്തിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കണ്ടോ താഴോട്ട് വീഴുന്നില്ല. അപ്പോൾ ഇതേപോലെ തിക്കാവുന്നവരെ നമ്മളിങ്ങനെ ചൂടാക്കി വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വേഗം തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ട്രേ ആണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് സ്റ്റീലിൻ്റെ പ്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലായാലും ഇതുപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാ സൈഡിലും ഇതേപോലെ ഇങ്ങനെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചൂടോട് കൂടി തന്നെ നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തുള്ള ഈ മിക്സ് ഇല്ലേ, ഇതിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളൊരു സ്പൂണിലോ ഇല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചുലയിലോ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ലെവൽ ചെയ്തെടുക്കുമ്പോൾ അതിങ്ങനെ ഒട്ടി വരും. അപ്പോൾ അതിൻ്റെ പേരിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. കണ്ടോ ഇപ്പോൾ ഇതേപോലെ ഞാനൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രേ മുഴുവനായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എത്രത്തോളം കനത്തിൽ ഈ സ്നാക്ക് കട്ട് ചെയ്തെടുക്കണം അതിനനുസരിച്ചിട്ടാണ് ഞാൻ ലെവൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ചൂടൊന്ന് പോകണം. അപ്പോൾ ചൂട് പോയി കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയട്ടെ, അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ നന്നായിട്ട് തന്നെ ഇത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നെല്ലാം ഇതുപോലൊന്ന് വിടിയിച്ചെടുത്തതിന് ശേഷം ഇതൊരു ട്രേയിലേക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡിലേക്കോ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനപ്പോൾ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു 3 പീസസ് ആയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇപ്പോൾ ഈ ഒരു കനത്തിൽ ഈ ഒരു ഷേപ്പിലാണ് ട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും ചെറിയ പീസ് വേണമെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കിയിട്ടും എടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ളതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഇതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്രൈ ഒന്നും ചെയ്യണ്ട കേട്ടോ. 4 സൈഡൊന്ന് മൊരിയിച്ചെടുത്താൽ മതി. പിന്നെ നമുക്കറിയാലോ ഓൾറെഡി ഇപ്പോൾ ഇതെല്ലാം വെന്ത് വന്നിട്ട് നന്നായിട്ട് തന്നെ കുക്കായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് മുരിഞ്ഞ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. കാരണം പുറമേ കുറച്ച് ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. 4 സൈഡും ഒന്ന് ഫ്രൈ ആയി കിട്ടുന്ന വരെ ഒന്ന് ചെയ്തെടുത്താൽ മതി ട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഓയിലൊന്ന് ചൂടാക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങനെ ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാ സൈഡും ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ള സൈഡെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ സൈഡും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടൊക്കെ ഞാൻ ദേ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി ട്ടോ. കണ്ടോ നന്നായിട്ട് തന്നെ നമുക്ക് എല്ലാ സൈഡും ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പീസും ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് പുറമേ കുറച്ച് ക്രിസ്പിയാണെന്ന് തോന്നും. എന്നാൽ ഇതിൻ്റെ അകത്ത് നല്ല സോഫ്റ്റുമാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്കറിയാലോ ചെറിയൊരു മധുരവും എരിവൊക്കെയുള്ള നല്ലൊരു സ്നാക്കാണ്. ഇത് ഉറപ്പായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.